നടന്നത് വമ്പൻ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഗൂഢാലോചനയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്ന് പറയുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും, കേരളത്തിലേക്ക് മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഈ ചോദ്യപേപ്പർ ചോർന്നെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ വെളിവാകുന്നുണ്ട്. അച്യുതനിലേക്ക് ഒരിക്കൽ കൂടി. അച്യുതൻ, അപ്പോൾ ഈ തട്ടിപ്പിന്റെ ആഴം അത് വലുതാണ് എന്ന് വ്യക്തമാവുകയാണ്. പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? പ്രജനി, അന്വേഷണം CBIക്ക് കൈമാറിയതിന്റെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അത്തരം ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്നൊരു വമ്പൻ തട്ടിപ്പെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഗൂഢാലോചനയുടെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നാസിക്കിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഈ ഇത്തരമൊരു തട്ടിപ്പ് നടത്താനുള്ള ആസൂത്രണം നടന്നത്. അത് പിന്നീട് പല സംസ്ഥാനങ്ങളിലേക്ക് ആ ചോദ്യപേപ്പറുകൾ എത്തി എന്നുള്ളതാണ്. ഹരിയാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ഡൽഹി, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കും ഈ മാതൃകാ ചോദ്യപേപ്പർ എന്ന ആ ചോദ്യപേപ്പർ ഈ ഇടങ്ങളിലേക്ക് എത്തി. എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ പോലീസിന്റെ നിലവിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ കേസ് അന്വേഷിച്ചു വരുന്നത്. ഇതിന് പുറമെ തന്നെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിവരശേഖരണം നടത്തിയിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും, ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഉടൻ തന്നെ CBIക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CBI കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും CBIയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിലെന്തായാലും പലരും ആരോപിക്കുന്നത് ഒരു വലിയ ശൃംഖല അല്ലെങ്കിൽ ഒരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം മെഡിക്കൽ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റ് പരീക്ഷ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഉയരുന്ന ആരോപണം. അത് പ്രതിപക്ഷവും ഒരുപോലെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് ആ സംഘത്തെ കണ്ടെത്താനായി കേസ് ഇപ്പോൾ CBIക്ക് കൂടി കൈമാറിയിരിക്കുന്നത്. നിലവിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിവരശേഖരണം നടത്തിയിരിക്കുകയാണ്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.